ഞാനിപ്പോൾ ഇരിക്കുന്നത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് IPC ഇവിടെ ഹെഡ് ഓഫീസിലാണ്. എൻ്റെ മുമ്പിലിരിക്കുന്നത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൻ്റെ കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ടതായ പാസ്റ്റർ GGP പോളാണ്. ഇദ്ദേഹം ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ പാസ്റ്റർ ഡേവിഡ് ചാക്കോ, ഒരു പത്രപ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതായ ആ തെരഞ്ഞെടുപ്പ് ഞാൻ അറിയാനിടയായിരുന്നു. ഇവിടുത്തെ നിന്ന് ആ തിരഞ്ഞെടുപ്പ് വളരെ ശക്തമായ ഒരു കോളിളക്കം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ പറ്റും. ശക്തമായ കോളിളക്കം എന്ന് പറഞ്ഞാൽ കോളിളക്കമായിട്ടൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. IPC ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ ജനറൽ ബോഡി കൂടി. ജനറൽ ബോഡിയിൽ ഇലക്ഷൻ ഒരു പ്രധാന വിഷയമായിരുന്നു. ഇലക്ഷൻ നടന്നു. ഇലക്ഷനിൽ ഒരു പുതിയ കൗൺസിൽ ജനറൽ ബോഡി രൂപീകരിച്ചു. ആ ജനറൽ ബോഡിയാണ് ഇപ്പോൾ ഇവിടെ, ആ ജനറൽ കൗൺസിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോളിളക്കം എന്ന് പറയത്തക്കോണമുള്ളതായിരിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ ആ ജനറൽ ബോഡിയിൽ ഉണ്ടായിട്ടില്ല. പാസ്റ്റർ കുരുള അബ്രഹാം ആയിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷമായി ഈ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് താങ്കൾക്ക് ഈ സ്ഥാനം ലഭിച്ചതെന്ന് പറയാൻ പറ്റും? പാസ്റ്റർ കുരുള അബ്രഹാം കഴിഞ്ഞ 10 വർഷമായി IPC ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന് നല്ല നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും നേതൃത്വ പാഠവത്തിലും അദ്ദേഹത്തിന്റെ നല്ല ആലോചനകളിലും IPC ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് വളരെയധികം മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. 10 വർഷമെന്നല്ല, ഞാൻ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ വന്നിട്ട് ഏകദേശം 24 വർഷമായി. ആ 24 വർഷവും പാസ്റ്റർ കുരുവിള അബ്രഹാമിന്റെ ലീഡർഷിപ്പിലാണ് ഈ ഛത്തീസ്ഗഡിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ജനറൽ ബോഡിയിലെ ജനങ്ങൾക്ക് ഇങ്ങനൊരു മാറ്റം ആവശ്യമെന്ന് തോന്നി. ജനങ്ങളുടെ ഉള്ളിലെ വികാരം എന്താണ് എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചതെന്ന്. എന്നാൽ ജനറൽ ബോഡിയിൽ സർവസമ്മതിയിൽ ഒരു മാറ്റം ആഗ്രഹമെന്ന് തോന്നി. ആയതുകൊണ്ട് പ്രസിഡന്റ് പോസ്റ്റിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്ന വിഷയം വന്നപ്പോൾ പേര് നിർദ്ദേശിക്കുവാൻ പേര് പറഞ്ഞ സമയത്ത് എന്റെ പേര് മാത്രം അവിടെ വരികയും ജനങ്ങൾ അതിനെ സെക്കൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു പേര് അവിടെ വരാഞ്ഞതിനാൽ വേറൊരു പേരും അവിടെ നിർദ്ദേശിക്കപ്പെടാതിരുന്നതിനാൽ സർവസമ്മതിയിൽ എന്നെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജനറൽ ബോഡി നടന്നത് കാലാവധി കഴിഞ്ഞ ശേഷമാണല്ലോ. ഈ കാര്യം ഭാഷ പറയാമോ? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലാവധി ഓഗസ്റ്റ് മാസം 22-ാം തീയതിയോട് ചേർന്ന് അത് തീർന്നതാണ്. അന്നത്തെ കൗൺസിലിൽ ഏകദേശം ഓഗസ്റ്റ് മാസം 29-ാം തീയതി പുതിയ ജനറൽ ബോഡി നടത്തി കൗൺസില് തിരഞ്ഞെടുക്കപ്പെടുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പാസ്റ്റർ കുരുവിള അബ്രഹാം 6 മാസത്തേക്ക് അമേരിക്കൻ വിസിറ്റിങ്ങിന് പോയ കാരണത്താൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങളുടെ ജനറൽ ബോഡിയുടെ ഡേറ്റ് മാറ്റിവെക്കുകയും അതിനുശേഷം ഇങ്ങനെ ഒരു തീരുമാനം ഡിസംബർ മാസം 4-ാം തീയതി ജനറൽ ബോഡി നടത്താൻ തക്കവണ്ണം താല്പര്യപ്പെട്ട് തീരുമാനിക്കുകയും ആ തീരുമാനം പൊതുജനങ്ങളെ അറിയിക്കുകയും അങ്ങനെ നടത്തിയ ജനറൽ ബോഡിയാണ് ഡിസംബർ മാസം 4-ാം തീയതി നടന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കൗൺസിലിന്റെ കാലാവധി ഓഗസ്റ്റ് മാസം 22-ാം തീയതി തീരുകയും ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഇലക്ഷൻ നടത്തേണ്ടത് പാസ്റ്റർ കുരുവിള അബ്രഹാമിന്റെ അസാന്നിധ്യം കാരണം ഡിസംബർ മാസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കാലാവധി കഴിഞ്ഞതിന് ശേഷവും പാസ്റ്റർ കുരുവിള അബ്രഹാമിന്റെ പൂർണ്ണ സമ്മതത്തോടും കൂടെയാണ് ഇങ്ങനെ ഒരു ജനറൽ ബോഡി നടന്നത്. ആ ജനറൽ ബോഡിയിൽ ആദ്യോടന്തം അവസാനം വരെ അതിന് നേതൃത്വം വഹിച്ചതും അധ്യക്ഷത വഹിച്ചതും പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതും പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതും പാസ്റ്റർ കുരുവിള അബ്രഹാം ആയിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ കുരുവിള അബ്രഹാമിന്റെ പൂർണ്ണ സമ്മതത്തോടും പാസ്റ്റർ കുരുവിള അബ്രഹാമിന്റെ അവിടുത്തെ സാന്നിധ്യത്തോടും കൂടെയാണ് ഇങ്ങനെയൊരു ജനറൽ ബോഡി അവിടെ നടന്നത്. ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് പിന്നെ കുരുവിള അബ്രഹാമിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് നടന്നത് നിയമത്തിൽ നിന്ന് തന്നെയാണോ? പാസ്റ്റർ കുരുവിള അബ്രഹാമിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലയോ എന്ന് പറയുന്നത് അത് എത്രയോത്രം യുക്തമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പാസ്റ്റർ കുരുവിള അബ്രഹാമിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് IPC ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം പാസ്റ്റർ കുരുവിള അബ്രഹാം ഞങ്ങൾക്ക് ആദരണീയനായ ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ 10 വർഷം ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന് നേതൃത്വം കൊടുത്ത ആളാണ്. ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പാസ്റ്റർ കുരുവിള അബ്രഹാം വളരെ അധ്വാനിച്ചു എന്നുള്ളത് സത്യമാണ്.
അതുകൊണ്ട് ഞങ്ങൾ പാസ്റ്റർ കുരുവിള അബ്രഹാമിനെ വളരെയധികം ആദരിക്കുന്നു, മാനിക്കുന്നു. ആ മാന്യത വെച്ച് ഈ ജനറൽ ബോഡിയിൽ തന്നെ പാസ്റ്റർ കുരുവിള അബ്രഹാമിനെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ സീനിയർ മിനിസ്റ്ററായി തിരഞ്ഞെടുക്കുകയും പാസ്റ്റർ കുരുവിള അബ്രഹാം അത് സ്വീകരിക്കുകയും ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്തത് പാസ്റ്റർ കുരുവിള അബ്രഹാം. ഞാൻ നന്ദി പറയുന്നു.